എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ, എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിള് റെപ്രസെന്റ് ചെയ്യുന്നത് പോപ്പുലേഷനെയാന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് എന്താണ് ഡിസ്ക്രിപ്റ്റീവ് മെഷേഴ്സ് ഓഫ് പോപ്പുലേഷൻ എന്നും പറഞ്ഞാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യത്തെ 2 ഓൺലൈൻ ക്ലാസ് എടുത്തത്. ഡിസ്ക്രിപ്റ്റീവ് മെഷേഴ്സ് ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. ഡിസ്ക്രിപ്റ്റീവ് മെഷേഴ്സ് ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. എന്നിട്ട് ഞാൻ നിങ്ങളോട് ഒരു ഡിസ്ക്രിപ്റ്റീവ് മെഷേഴ്സ് ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് അരിത്മെറ്റിക് മീൻ ആണ്, വേരിയൻസ് ഓഫ് എക്സ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന സാധനം നമ്മളുടെ വേരിയൻസ് ആണ്. പിന്നെ ഹാർമോണിക് മീൻ എന്ന് പറഞ്ഞാൽ 1 എക്സ്പെക്ടേഷൻ ഓഫ് 1 എക്സ് ആണ്. ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാല് ലോഗ് ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാല് എക്സ്പെക്ടേഷൻ ഓഫ് ലോഗ് എക്സ് ആണ് എന്നൊക്കെ പറഞ്ഞ് കുറെ പഠിപ്പിച്ചു. അപ്പൊ എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ പോപ്പുലേഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ച മീൻ, ഇപ്പൊ ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാല് പോപ്പുലേഷൻ മീൻ ആണ്. ഇതെല്ലാം ഡിസ്ക്രിപ്റ്റീവ് മെഷേഴ്സ് ഓഫ് പോപ്പുലേഷൻ ആണ്. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഫസ്റ്റ് സെമ്മില് നമ്മളെ ഡിസ്ക്രിപ്റ്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞാണ് നമ്മളുടെ ഫസ്റ്റ് സെമ്മില് നിങ്ങളുടെ പോർഷൻ, നിങ്ങളുടെ പേപ്പറിന്റെ പേര് ഡിസ്ക്രിപ്റ്റീവ് മെഷേഴ്സ് എന്നാണ്, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ്, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ്. അപ്പൊ അവിടെ നിങ്ങള് എക്സ് ബാർ, അരിത്മെറ്റിക് മീൻ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 1/n സിഗ്മ എക്സ് എന്ന് പഠിച്ചു. എസ് സ്ക്വയർ വേരിയൻസ് എന്ന് പറഞ്ഞാൽ 1/n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ബാർ സ്ക്വയർ എന്ന് പഠിച്ചു. അങ്ങനെ നിങ്ങൾ കുറെ കാര്യങ്ങൾ അവിടെ പഠിച്ചു. അപ്പൊ അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് സാമ്പിൾ വാല്യൂസ് ആണ്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ സാമ്പിൾ വാല്യൂസ് ആണ്. അപ്പൊ നമ്മള് ഈ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മളെ പറയും റോ ഡേറ്റ നമ്മൾ എപ്പോഴും പറയുന്നത് എങ്ങനെയാ? ലെറ്റ് x1 x2 എക്സെട്ര xn ബി എ സാമ്പിൾ ഓഫ് സൈസ് എന്നും പറഞ്ഞാണ് നമ്മള് ഫസ്റ്റ് സെമ്മില് നോട്ട് എഴുതിയത്. ബി എ സാമ്പിൾ ഓഫ് സൈസ് എന്നും പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് സെമ്മില് നോട്ട് എഴുതി. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മള് പറയുന്നത് എന്താന്ന് വെച്ചാല് ഈ നമ്മൾ ഏതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡിയിലും നമ്മൾ പഠിക്കുന്ന എപ്പോഴും വേരിയബിൾസിനെയാണ്. ഈ വേരിയബിൾസിനെ നമ്മൾ സ്റ്റഡി ചെയ്യും. ആ വേരിയബിൾസ് എന്ന് പറഞ്ഞാല് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് ആവാം, ക്വാണ്ടിറ്റേറ്റീവ് ആവാം, അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആവാം. ഓക്കെ, ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ദാറ്റ് കാനോട്ട് ബി മെഷേർഡ് എന്നാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ക്വാളിറ്റേറ്റീവ് ആണെങ്കിൽ കാനോട്ട് ബി മെഷേർഡ് ആണ്. പക്ഷെ ഇപ്പൊ മെയിൽ ഫീമെയിൽ എന്നാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് മെഷർ ചെയ്യാം. അതായത് ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ പറ്റിയെങ്കിലും അതിനെ ഒരു നമ്പറാക്കി നമുക്ക് വേണേ റെപ്രസെന്റ് ചെയ്യാം. കാരണം മെയിൽ ഡിനോട്ട്സ് 1, ഫീമെയിൽ ഡിനോട്ട്സ് 2. ഇപ്പം വേറെ നമ്മളിപ്പം അതർ എന്ന് പറഞ്ഞ ഉണ്ടല്ലോ, ഇപ്പം 2 വർഷമായിട്ട് നമ്മൾ അത് ഒഫീഷ്യലി അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതർ എന്ന് പറഞ്ഞ 3 അങ്ങനെ ഇടാം. അപ്പൊ അങ്ങനെ നമുക്ക് ക്വാളിറ്റേറ്റീവ് വേരിയബിൾ ആണെങ്കിൽ നമുക്ക് അതിനെ ഇതുപോലെ നമ്പറാക്കി റെപ്രസെന്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഫസ്റ്റ് സെമ്മില് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് ഫസ്റ്റ് സെമ്മിലെ ഡെഫിനിഷൻ. ഫസ്റ്റ് സെമ്മിലെ ഡെഫിനിഷൻ നമ്മൾ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു പഠിച്ചത് ടോട്ടാലിറ്റി ഓഫ് ദ യൂണിറ്റ്സ് ഫ്രം വിച്ച് ഇൻഫർമേഷൻ ഈസ് റിക്വയർഡ് ഇൻ എ സ്റ്റഡി എന്നാണ്. ടോട്ടാലിറ്റി ഓഫ് ദ യൂണിറ്റ്സ് ഫ്രം വിച്ച് ഇൻഫർമേഷൻ ഈസ് റിക്വയർഡ് ഇൻ എ സ്റ്റഡി എന്നാണ് നിങ്ങൾ ഫസ്റ്റ് സെമ്മിലെ നോട്ടില് പോപ്പുലേഷന്റെ ഡെഫിനിഷൻ എഴുതിയത്. അപ്പൊ ഇപ്പൊ പോപ്പുലേഷനിൽ നമ്മളിപ്പോ പഠിക്കുന്ന എക്സ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണെന്ന് വിചാരിക്കാം. നമ്മൾ പഠിക്കുന്ന വേരിയബിള് ഹൈറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ നമ്മൾ ഹൈറ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഓഫ് സെന്റ് സേവിയേഴ്സ് കോളേജ് ആണ് പഠിക്കുന്നത് വിചാരിക്കുക. അപ്പൊ ഈ നമ്മുടെ സെന്റ് സേവിയേഴ്സ് കോളേജിൽ ടോട്ടൽ n സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഈ n സ്റ്റുഡൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഹൈറ്റ് കിട്ടും. x1 x2 എക്സെട്ര
എക്സ് എന്ന് നമുക്ക് ഹൈറ്റ് കിട്ടും, എക്സ് ക്യാപിറ്റൽ എൻ. ഓക്കെ, ഈ സെന്റ് സേവിയർസ് കോളേജിലെ ക്യാപിറ്റൽ എൻ സ്റ്റുഡൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഹൈറ്റ് ഉണ്ട്. അപ്പൊ ആ മെഷറിനെയാണ് നമ്മൾ x1 x2 എക്സെട്ര എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ x1 x2 എക്സെട്ര xn can be considered as the values taken by the random variable x. x1 x2 എക്സെട്ര xn can be considered as the values taken by the random variable x. Okay. ഓക്കെ, അപ്പോ അതുകൊണ്ട് ഈ റാൻഡം വേരിയബിൾ എക്സ് എടുക്കുന്ന വാല്യൂസ് ആയിട്ട് നമുക്ക് ഈ ഇതിനെ കൺസിഡർ ചെയ്യാം, x1 x2 എക്സെട്ര xn. അപ്പൊ ഈ x1 x2 എക്സെട്ര xn എന്ന് പറയുന്ന ഈ വാല്യൂസിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ പോപ്പുലേഷൻ. സ്റ്റാറ്റിസ്റ്റിക്കൽ പോപ്പുലേഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ പോപ്പുലേഷൻ അഥവാ സ്റ്റാറ്റിസ്റ്റിക്കൽ പോപ്പുലേഷൻ എന്ന് പറയാം, അഥവാ പോപ്പുലേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോ നമ്മള് ഇനി മുതല് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പറഞ്ഞ ടോട്ടാലിറ്റി ഓഫ് ദി യൂണിറ്റ്സ് ഫ്രം വിച്ച് ഇൻഫർമേഷൻ ഇസ് റിക്വയർഡ് ഇൻ എ സ്റ്റഡി എന്നുള്ളതല്ല. ഇനി മുതൽ നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ admissible values of a random variable x. ഈ റാൻഡം വേരിയബിൾ എക്സ് എടുക്കുന്ന വാല്യൂസിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ പോപ്പുലേഷൻ അഥവാ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഈ മുതല് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതാണ് കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മള് ഏത് വേരിയബിളിനെയാണോ സ്റ്റഡി ചെയ്യുന്നത് ആ വേരിയബിളിനെ ആണ് നമ്മൾ എക്സ് എന്ന് വിളിക്കുക. ആ എക്സ് എടുക്കുന്ന വാല്യൂസിനെയാണ് നമ്മൾ ഇനി മുതൽ പോപ്പുലേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഈ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ ഇനി ഒരു സാമ്പിൾ എടുക്കുവാണ്. ഈ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ ഒരു സാമ്പിൾ എടുക്കുവാണ്. അപ്പൊ ആ സാമ്പിൾ എന്ന് പറഞ്ഞാൽ ആ സാമ്പിളിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുവാണ് x1 x1 x2 എക്സെട്ര xn എന്ന് ഡിനോട്ട് ചെയ്യുവാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് റാൻഡം സാമ്പിൾ ആണ് എടുക്കുന്നത്, റാൻഡം സാമ്പിൾ ആണ്. അപ്പൊ ഈ x1 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. ഇപ്പൊ നമ്മളിവിടെ പഠിക്കുന്നത് ഹൈറ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഓഫ് സെന്റ് സേവിയർസ് കോളേജ് ആണ്. അപ്പൊ ഈ x1 എന്ന് പറയുന്ന റാൻഡം സാമ്പിൾ ആണ്. അതായത് ഈ സെന്റ് സേവിയർസ് കോളേജില് 2000 കുട്ടികൾ ഉണ്ടെങ്കിൽ ഈ 2000 കുട്ടികളിൽ ആരുടെ വേണമെങ്കിലും ഹൈറ്റ് ആവാം ഈ x1 എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, സോ x1 ഈസ് എ റാൻഡം വേരിയബിൾ. x1 ഈസ് എ random variable. x2 is also a random variable. നമ്മുടെ ഇവിടെ നമ്മൾ ഡിനോട്ട് ചെയ്ത പോപ്പുലേഷൻ സൈസ് n ആണ്. ഇവിടെ നമ്മൾ ഡിനോട്ട് ചെയ്ത സാമ്പിൾ സൈസ് n ആണ്. അങ്ങനെ ഈ സാമ്പിൾ വാല്യൂസ് x1 x2 എക്സെട്ര xn can be considered as random variables. They are random variables. Okay, അപ്പൊ നമുക്കിപ്പോ ഈ എക്സിന് ഒരു PDF ഉണ്ടാവും. നമ്മുടെ ഈ എക്സിന്റെ PDF f of x ആണെങ്കിൽ x1 x2 എക്സെട്ര xn ആ റാൻഡം വേരിയബിൾസിന്റെ PDF എന്തായിരിക്കും? ഈ റാൻഡം വേരിയബിൾസിന്റെ PDF f of x തന്നെയായിരിക്കും. x1 x2 എക്സെട്ര xn എന്നുള്ള ഈ റാൻഡം വേരിയബിൾസിന്റെ PDF f of x തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ദ സാമ്പിൾ വാല്യൂസ് x1 x2 എക്സെട്ര xn നമ്മള് റാൻഡം സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഈ x1 x2 എക്സെട്ര xn വിൽ ബി ഇൻഡിപെൻഡന്റ്. ഈ റാൻഡം വേരിയബിൾസ് എല്ലാം ഇൻഡിപെൻഡന്റ് ആയിരിക്കും. കാരണം നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിൾ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, അപ്പൊ ഇൻഡിപെൻഡന്റ് ആയിരിക്കും, ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ ദേ ഓൾ ഹാവ് ദ സെയിം PDF. ആ PDF എന്താണ്? ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് PDF f of x. ഈ f of x എന്താണ്? റാൻഡം വേരിയബിൾ എക്സിന്റെ PDF. ഇത്രയും മനസ്സിലായോ? അപ്പൊ ആരെങ്കിലും ഇങ്ങോട്ടൊന്ന് പറയാമോ? ഞാനിപ്പോ പറഞ്ഞത് ഇങ്ങോട്ടൊന്ന് പറയാമോ ആരെങ്കിലും? എക്സ് എന്ന് പറഞ്ഞൊരു പോപ്പുലേഷൻ ആയിട്ട് എടുത്ത് എക്സ് എന്ന് പറഞ്ഞ ഒരു
റാൻഡം വേരിയബിൾ പോപ്പുലേഷൻ വാല്യൂസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ അത് നമ്മൾ എടുക്കുന്നത് കോളേജിലെ സ്റ്റുഡൻസിന്റെ ഹൈറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ എക്സ്, അപ്പൊ സ്മോൾ എക്സ് എന്ന് പറയുമ്പോൾ x1 x2 എക്സെട്ര അപ് ടു xn. അതായത് നമ്മുടെ പോപ്പുലേഷന്റെ വാല്യൂസ് ഇപ്പൊ നമ്മൾ ഹൈറ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഓഫ് SXC ആണെങ്കിൽ SXCയിലെ എത്ര കുട്ടികളുണ്ടോ അവരുടെ എല്ലാം ഹൈറ്റിനെയാണ് x1 x2 എക്സെട്ര xn എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ? അത് റാൻഡം വേരിയബിൾ ആയിട്ട് എടുക്കാം. അതായത് ആ x1 x2 എക്സെട്ര xn എന്ന് പറഞ്ഞാല് പോപ്പുലേഷൻ വാല്യൂസ് ആണ്. നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് സെന്റ് സേവിയേഴ്സ് കോളേജിലെ കുട്ടികളെയാണ്. അപ്പൊ x1 x2 എക്സെട്ര xn എന്ന് പറഞ്ഞാല് ആ പോപ്പുലേഷൻ, ആ ഫുൾ കുട്ടികളുടെ ഹൈറ്റ് ആണ് x1 x2 എക്സെട്ര xn. അപ്പൊ ആ x1 x2 എക്സെട്ര xn ക്യാൻ ബി കൺസിഡർഡ് ആസ് ദി വാല്യൂസ് taken by the random variable x, which is defined as height of a student of St. Xavier's College. Okay. ഇനി ആ x1 x2 എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ നമ്മൾ ഇനിയിപ്പോ നമുക്ക് നമ്മുടെ കോളേജിൽ 2000 പിള്ളേരുണ്ട്. അപ്പൊ ഈ 2000 പിള്ളേരുടെയും ഹൈറ്റ് ഒരുമിച്ച് പഠിക്കാൻ നമ്മൾ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഒരു 50 പേരെ സാമ്പിൾ എടുക്കാന്ന് വിചാരിക്കാം. ആ സാമ്പിൾ ആണ് എന്റെ x1 x2 എക്സെട്ര xn എന്ന് പറഞ്ഞത്. ഇൻഡിപെൻഡന്റ് ആയിരിക്കും, ഐഡന്റിക്കൽ ആയിരിക്കും, ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ആ PDF എന്താന്ന് കൂടെ പറഞ്ഞേ. PDF എന്തായിരിക്കും? എക്സിന്റെ PDF എന്താണോ എക്സ് എന്ന് പറയുന്നത് അതേ PDF ആയിരിക്കും ഇവിടെ വരിക. നോർമലൊക്കെ പ്രോബ്ലം ചെയ്യുന്നേരം ആ x1 x2 x1 എന്ന് പറഞ്ഞാൽ മാർക്കിൻ ഇംഗ്ലീഷ്, x2 എന്ന് പറഞ്ഞാല് മാർക്കിൻ വേറെ എന്തോ ലാംഗ്വേജോ, x3 എന്ന് പറഞ്ഞാൽ മാർക്കിൻ ഓപ്ഷണൽ സബ്ജക്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രോബ്ലം ചെയ്തില്ലേ. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞു മാർക്കിൻ ഇംഗ്ലീഷ് ഈസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് മീൻ 45% ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5 എന്ന് പറഞ്ഞാൽ പറയുമല്ലോ. എന്ന് പറഞ്ഞ പോലെ എക്സിന്റെ PDF ആണ് f of x. കണ്ടോ, എക്സിന്റെ PDF ആണ് ഇവിടെ f of x. നമ്മളൊരു റാൻഡം വേരിയബിൾ പറഞ്ഞാൽ അതിന്റെ ഒരു PDF ഉണ്ടാവും. അപ്പൊ അവിടെ x1 എന്ന് പറഞ്ഞാൽ മാർക്കിൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അത് പോപ്പുലേഷൻ വാല്യൂ ആണ്. പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന വാല്യൂ ആണ് റാൻഡം വേരിയബിൾ. അപ്പൊ ആ റാൻഡം വേരിയബിളിന്റെ PDF ആണ് f of x. അപ്പൊ നമ്മൾ ആ പോപ്പുലേഷനിൽ നിന്ന് ഇപ്പൊ ഒരു ചെറിയൊരു സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ that sample, all the sample values x1 x2 etc xn will be independent and identically distributed with the same PDF as the population. Okay, the sample values x1 x2 etc xn will be independent and identically distributed random variables with same PDF as the population. Okay, അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഇപ്പം സെന്റ് സേവിയേഴ്സ് കോളേജിലെ ഈ കുട്ടികളുടെ ഹൈറ്റ് നമ്മൾ സ്റ്റഡി ചെയ്യുവാണ്. 2000 കുട്ടികളുണ്ട് സെന്റ് സേവിയേഴ്സ് കോളേജില്. അപ്പൊ ഈ 2000 പിള്ളേരുടെ ഹൈറ്റ് മെഷർ ചെയ്ത് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നമ്മളിപ്പോ ഒരു 50 പേരുടെ സാമ്പിൾ എടുത്താണ് ഇപ്പൊ ഞാൻ ഇവിടെ ഈ കാണിച്ചേക്കുന്നത്. അപ്പോ ഇത് 50 പേരുടെ സാമ്പിൾ ആണ് ഇപ്പൊ ഈ കാണിച്ചേക്കുന്നത്. ഇപ്പൊ 2000 ഇപ്പൊ ഈ സാമ്പിളിന്റെ മീൻ എടുത്തിട്ട് സാമ്പിൾ മീൻ എടുക്കും. 1/n സിഗ്മ ഈക്വൽ ടു 1 to n xi എന്നുള്ള സാമ്പിൾ മീൻ എടുക്കും. നമ്മൾ നോർമലിന്റെ ഫിറ്റിങ്ങിൽ എന്താ ചെയ്തത്? നമുക്ക് നോർമലിന് 2 പാരാമീറ്റേഴ്സ് ഉണ്ട്, n മ്യൂ സിഗ്മ. അപ്പൊ മ്യൂ എന്ന് പറഞ്ഞാല് നമ്മള് എക്സ് ബാർ ആയിട്ട് എടുത്തു, സിഗ്മ എന്ന് പറഞ്ഞാല് സാമ്പിൾ വേരിയൻസ് സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞ എടുത്തു. ബൈനോമിയലിന്റെ ഫിറ്റിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? പോപ്പുലേഷൻ മീൻ NPA എക്സ് ബാറിന് എടുത്തു, NPQ എടുക്കേണ്ടി വന്നില്ല. അഥവാ എടുത്താൽ നമ്മൾ NPQനെ നമ്മൾ എസ് സ്ക്വയറിന് എടുക്കും. പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ ഫിറ്റിങ്ങിൽ എന്നാ ചെയ്തേ? പോപ്പുലേഷൻ മീൻ ലാംഡ നമ്മൾ സാമ്പിൾ മീൻ ആയിട്ട് എടുത്തു. കണ്ടോ? അപ്പൊ നമ്മൾ എന്നാ ചെയ്യുന്നത്? നമ്മള് ഈ 2000 പിള്ളേരുടെ ഹൈറ്റ് സ്റ്റഡി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് 2000 പിള്ളേരിൽ നിന്ന് 50 പേരുടെ സാമ്പിൾ എടുത്തിട്ട് ആ 50 പേരുടെ മീൻ കണ്ടുപിടിച്ചു. ആ മീൻ കണ്ടുപിടിച്ചിട്ട് ഈ എല്ലാ കേസിലും നമ്മൾ എന്ത് ചെയ്തു? ഈ സാമ്പിളിന്റെ വാല്യൂ പോപ്പുലേഷൻ വാല്യൂ ആണെന്ന് പറയുന്നു. കണ്ടോ? നോർമലിന്റെ കണ്ടോ? സിഗ്മ സ്ക്വയർ ഈക്വൽ ടു എസ് സ്ക്വയർ.
കണ്ടോ? അപ്പൊ നമുക്ക് 2000 പിള്ളേരുടെ മീൻ എന്നുള്ള വാല്യൂ നമുക്ക് അൺനോൺ ആണ്. അത് നമുക്കറിയില്ല, അത് നമ്മളിൽ നിന്ന് മറയപ്പെട്ടിരിക്കുവാണ്. അപ്പൊ നമ്മൾ ഈ നമുക്ക് അറിയാൻ മേലാത്ത 2000 പിള്ളേരുടെ മീൻ എന്നുള്ള വാല്യൂവിന് പകരം നമ്മള് ഈ 2000 കുട്ടികളിൽ നിന്ന് ഈ 2000 പിള്ളേരെ റെപ്രസെന്റ് ചെയ്യുന്ന 50 പേരുടെ ഒരു സാമ്പിൾ എടുത്തിട്ട് ആ സാമ്പിൾ വാല്യൂ പോപ്പുലേഷൻ വാല്യൂ ആണെന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്യും. അങ്ങനെ സാമ്പിളിൽ നിന്ന് പോപ്പുലേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇൻഫർ ചെയ്യുന്നതിനെയാണ് നമ്മള് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുക. ഇതേ കാര്യം നിങ്ങൾ ഈ നിങ്ങളുടെ 4th സെമ്മിലെ പേപ്പറിന്റെ പേര് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്നാണ് കേട്ടോ. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഇൻഫറൻസ് അബൌട്ട് ദി പോപ്പുലേഷൻ based on sample taken from it, that is called statistical inference. Okay, അപ്പൊ അതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ പോപ്പുലേഷൻ വാല്യൂസ് നമ്മളിപ്പോ ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു x1 x2 എക്സെട്ര xn എടുത്തു. ഇതാണ് നമ്മളുടെ എന്ത്? പോപ്പുലേഷൻ വാല്യൂസ്. ഓക്കെ, ഇനി സാമ്പിൾ വാല്യൂസ് എടുത്തു x1 x2 എക്സെട്ര xn. ഇതാണ് എന്ത്? സാമ്പിൾ വാല്യൂസ്, പോപ്പുലേഷൻ വാല്യൂസ്, അല്ലെങ്കിൽ ഇത് പോപ്പുലേഷൻ വാല്യൂസ്, ഇത് സാമ്പിൾ വാല്യൂസ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ 2 x1 ഈക്വൽ ആണെന്ന് അർത്ഥമില്ല കേട്ടോ. ഈ x1 ഈക്വൽ ആണെന്നല്ല അർത്ഥം. ഈ x1 എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പിളിലെ ഫസ്റ്റ് യൂണിറ്റിന്റെ ഹൈറ്റ്, ഈ x2 എന്ന് പറഞ്ഞാൽ സാമ്പിളിന്റെ സെക്കൻഡ് യൂണിറ്റിന്റെ ഹൈറ്റ്, അങ്ങനെ അർത്ഥമുള്ളൂ. അല്ലാണ്ട് ഇത് രണ്ട് സെയിം അല്ല. ഓക്കെ, അപ്പൊ ഈ ഫങ്ഷൻ ഓഫ് പോപ്പുലേഷൻ വാല്യൂസിനെയാണ് നമ്മള് പോപ്പുലേഷൻ പാരാമീറ്റർ എന്ന് പറയുക. ഫങ്ഷൻ ഓഫ് സാമ്പിൾ വാല്യൂസിനെ നമ്മള് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഫങ്ഷൻ ഓഫ് പോപ്പുലേഷൻ വാല്യൂസിനെ നമ്മൾ പോപ്പുലേഷൻ പാരാമീറ്റർ എന്ന് പറയും. ഫങ്ഷൻ ഓഫ് സാമ്പിൾ വാല്യൂസിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയും. അപ്പൊ ഇപ്പൊ പോപ്പുലേഷൻ പാരാമീറ്ററിന് ഇപ്പൊ എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മൾ എന്ത് പറയും? പോപ്പുലേഷൻ പാരാമീറ്ററിന്റെ എക്സാമ്പിൾ നമ്മൾ എന്ത് പറയും? പോപ്പുലേഷൻ മീൻ, പോപ്പുലേഷൻ വേരിയൻസ് എക്സെട്ര. ഇനി ഫങ്ഷൻ ഓഫ് സാമ്പിൾ വാല്യൂസിന് എന്താ എക്സാമ്പിൾ പറയും? സ്റ്റാറ്റിസ്റ്റിക്കിന് എന്താ എക്സാമ്പിൾ പറയും? സാമ്പിൾ മീൻ, സാമ്പിൾ വേരിയൻസ് എക്സെട്ര. ഓക്കെ, അപ്പൊ ഫങ്ഷൻ ഓഫ് പോപ്പുലേഷൻ വാല്യൂസിനെ നമ്മൾ പോപ്പുലേഷൻ പാരാമീറ്റർ എന്ന് പറയും. ഫങ്ഷൻ ഓഫ് സാമ്പിൾ വാല്യൂസിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയും. ഓക്കെ, ഇനി നിങ്ങൾ പാരാമീറ്റർ എന്നുള്ള വാല്യൂ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു. നോർമലിന് 2 പാരാമീറ്റർ ഉണ്ട്, ബൈനോമിയലിന് 2 പാരാമീറ്റർ ഉണ്ട്, പോസോൺ 1 പാരാമീറ്റർ ആണ്, എക്സ്പെൻഷ്യലിന് 1 പാരാമീറ്റർ ആണ്. അൺനോൺ കോൺസ്റ്റന്റ്സ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, അതിനെ നമ്മൾ പറയുന്നത് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റേഴ്സ്. അതിനെ നമ്മൾ പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റേഴ്സ്. അൺനോൺ കോൺസ്റ്റന്റ്സ് ഇൻ ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, അതിനെയാണ് നമ്മൾ, അതായത് ബൈനോമിയൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ബൈനോമിയൽ 2 പാരാമീറ്റർ ഉണ്ടെങ്കിലും അതിൻ്റെ അകത്ത് n മിക്കപ്പോഴും നോൺ ആയിരിക്കും. നമ്മള് ഫിറ്റിംഗ് ഒക്കെ ചെയ്തപ്പോ കണ്ടില്ലേ? നമുക്ക് അവിടെ എന്നും പിയും ഉണ്ടെങ്കിൽ n കണ്ടുപിടിക്കേണ്ടി വരില്ല, പി മാത്രം കണ്ടുപിടിക്കേണ്ടി വരുള്ളൂ, x⁻n എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അവിടെ അൺനോൺ കോൺസ്റ്റന്റ് പലപ്പോഴും പി ആയിരിക്കും. പോസോൺ എടുത്തു കഴിഞ്ഞാൽ ഒരു അൺനോൺ കോൺസ്റ്റന്റ് ലാംഡ, നോർമൽ എടുത്തു കഴിഞ്ഞാൽ ഒരു അൺനോൺ കോൺസ്റ്റന്റ്, 2 അൺനോൺ കോൺസ്റ്റന്റ്സ് മ്യൂവും സിഗ്മയും. 2 പാരാമീറ്റർ ഗാമ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ 2 അൺനോൺ കോൺസ്റ്റന്റ്സ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അതിനെ 2 പാരാമീറ്റർ ഗാമ എന്ന് പറയാം. അപ്പൊ നമ്മള് ഇപ്പൊ പോപ്പുലേഷൻ പാരാമീറ്റർ പറഞ്ഞു, സ്റ്റാറ്റിസ്റ്റിക് പറഞ്ഞു, ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റർ പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്?
function of sample values. Function of sample values. ഈ സാമ്പിൾ വാല്യൂസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? സാമ്പിൾ വാല്യൂസ് എന്ന് പറഞ്ഞാൽ x1, x2, etc. xn എന്ന് പറഞ്ഞാൽ they are independent and identically distributed random variables with the same distribution as population. With the same distribution as population. Okay. അപ്പൊ വിത്ത് സെയിം പോപ്പുലേഷന്റെ അതേ ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പം സാമ്പിൾ വാല്യൂസ് x1, x2, etc. xn ആർ ഇൻഡിപെൻഡന്റ് ആൻഡ് ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് നമ്മൾ ഇങ്ങനെ ഒരു അപ്പൊ x1, x2, etc. xn the sample values x1, x2, etc. xn are independent and identically distributed random variables with the same distribution as population. Statistic എന്താണ്? Function of sample values. അപ്പൊ statistic is a function of sample values. അതുകൊണ്ട് എന്താണ്? Statistic is also a random variable. Statistic is also a random variable. അതുകൊണ്ട് എന്ത് പറ്റി? സ്റ്റാറ്റിസ്റ്റിക് ഒരു റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് it has a PDF. സ്റ്റാറ്റിസ്റ്റിക് ഒരു റാൻഡം വേരിയബിൾ ആണ്. അതുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്കിന് ഒരു PDF ഉണ്ട്. ആ PDF ഓഫ് സ്റ്റാറ്റിസ്റ്റിക്. ഓക്കെ. അപ്പോ സ്റ്റാറ്റിസ്റ്റിക് ഒരു റാൻഡം വേരിയബിൾ ആണ്. അതുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്കിൽ ഒരു PDF ഉണ്ട്. അപ്പോ എന്ത് പറ്റി? PDF of statistic. Probability density function of statistic. Probability density function of statistic is called നമ്മുടെ ഈ മൊഡ്യൂളിന്റെ പേര് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ്. നമ്മുടെ ഈ മൊഡ്യൂളിന്റെ പേരാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ്. അപ്പോ ഈ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക് ഈസ് കോൾഡ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ്. ഓക്കെ. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക് ഈസ് കോൾഡ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ്. അപ്പോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്. Standard deviation of statistic is called standard error. അപ്പൊ ഇതിന്റെ അകത്ത് നിങ്ങൾ മനസ്സിൽ പതിയേണ്ട ഒരു കാര്യം ഞാൻ രണ്ടു പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അതേതാ ഇത്, അതായത് x1, x2, etc. xn the sample values can be considered as x1, x2, etc. xn can be considered as independent and identically distributed random variables with the same PDF as the population. പിന്നെ അതുപോലെ തന്നെ അടുത്ത കാര്യം മനസ്സിൽ പതിയാനുള്ളത് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക് ഫംഗ്ഷൻ ഓഫ് സാമ്പിൾ വാല്യൂസ്. ഫംഗ്ഷൻ ഓഫ് പോപ്പുലേഷൻ വാല്യൂസ് ആണ് പോപ്പുലേഷൻ പാരാമീറ്റർ. അൺനോൺ കോൺസ്റ്റന്റ്സ് ഇൻ ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റർ. പിന്നെ പ്രോബബിലിറ്റി ഡെൻസിറ്റി സ്റ്റാറ്റിസ്റ്റിക് ഒരു റാൻഡം വേരിയബിൾ ആണ്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക് എന്താണ്? ഫംഗ്ഷൻ ഓഫ് സാമ്പിൾ വാല്യൂസ്. അതായത് സ്റ്റാറ്റിസ്റ്റിക് ഈസ് എ ഫംഗ്ഷൻ ഓഫ് റാൻഡം വേരിയബിൾസ്. അതുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക് ഒരു റാൻഡം വേരിയബിൾ ആണ്. റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് അതിനൊരു PDF ഉണ്ട്. ആ PDFന്റെ പറയുന്ന പേരാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ്. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക് ആണ് സ്റ്റാൻഡേർഡ് എറർ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ of the sample mean of samples taken from normal population. ഒന്നും അധികം പുതുതായിട്ട് ഒന്നും പഠിക്കാനില്ല. അപ്പൊ x1, x2, etc. xn be a random sample chosen from n mu sigma. Okay. x1, x2, etc. xn be a random sample chosen from n mu sigma. അപ്പൊ നമുക്ക് സാമ്പിൾ മീൻ എന്താണെന്ന് അറിയാം. അപ്പൊ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്
x1, x2, etc. is a random sample from n mu sigma. Random sample. Population distribution എന്നതാ n mu sigma ആണ്. ന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താ? PDF ഓഫ് എക്സ് ബാർ ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ എക്സ് ബാർ എന്താണ്? ഫംഗ്ഷൻ ഓഫ് സാമ്പിൾ വാല്യൂസ് ആണ്. ഫംഗ്ഷൻ ഓഫ് സാമ്പിൾ വാല്യൂസ് ആണ്. ഫംഗ്ഷൻ ഓഫ് സാമ്പിൾ വാല്യൂസിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സ്റ്റാറ്റിസ്റ്റിക്. ഫംഗ്ഷൻ ഓഫ് സാമ്പിൾ വാല്യൂസ് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റാറ്റിസ്റ്റിക്. ഓക്കെ, അപ്പോ ഈ ഫംഗ്ഷൻ ഓഫ് സാമ്പിൾ വാല്യൂസ് സ്റ്റാറ്റിസ്റ്റിക് ആണ്. അപ്പോ ഈ അപ്പോ എക്സ് ബാർ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്. എക്സ് ബാർ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്. എക്സ് ബാർ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്. ഓക്കെ, അപ്പൊ എക്സ് ബാറിന്റെ PDF-ന് പറയുന്ന പേരാണ് എന്ത്? PDF ഓഫ് എക്സ് ബാർ എന്തായിരിക്കും? സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോ ചുരുക്കത്തിൽ നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ബാർ. നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ബാർ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. കണ്ടോ? സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ബാർ. ഓക്കെ, x1, x2, etc. xn is a random sample from n mu sigma. അതിന്റെ അർത്ഥം എന്താ? x1, x2, etc. xn are x1, x2, etc. xn are എന്നാ സാമ്പിൾ ഫ്രം n mu sigma. അതിന്റെ അർത്ഥം എന്താ? ആർ ഇൻഡിപെൻഡന്റ് ആൻഡ് ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾസ് വിത്ത് സെയിം PDF ആസ് പോപ്പുലേഷൻ. ഇവിടെ പോപ്പുലേഷന്റെ PDF എന്നതാ? n mu sigma. അപ്പൊ ഇൻഡിപെൻഡന്റ് ആൻഡ് ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് n sigma റാൻഡം വേരിയബിൾസ്. സോറി, n mu sigma. n mu sigma റാൻഡം വേരിയബിൾസ്. കാരണം നമ്മുടെ പോപ്പുലേഷൻ ഇവിടെ n mu sigma ആണ്. അതുകൊണ്ട് x1, x2, etc. xn are independent and identically distributed n mu sigma റാൻഡം വേരിയബിൾസ്. അതുകൊണ്ട് എന്താണ്? xi follows n mu sigma. I equal to 1, 2, etc. up to n. xi follows n mu sigma. I equal to 1, 2, etc. up to n. ഓക്കെ, അപ്പൊ xi follows n mu sigma ആണെങ്കിൽ mxit എന്താണ്? xi follows n mu sigma ആണെങ്കിൽ mxit എന്താണ്? e raised to mu t plus t square sigma square by 2. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ബാർ ആണ്. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ബാർ ആണ്. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, PDF ഓഫ് എക്സ് ബാർ. PDF ഓഫ് എക്സ് ബാർ. ഇതിനെ നമ്മൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കാൻ കാര്യം എന്താണ്? കാര്യം എക്സ് ബാർ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്. എക്സ് ബാർ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്. സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗ്ഷൻ ഓഫ് സാമ്പിൾ വാല്യൂസ്. ഫംഗ്ഷൻ ഓഫ് സാമ്പിൾ വാല്യൂസ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മള് എക്സ് ബാറിന്റെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ mx bar t വെച്ച് തുടങ്ങി. എക്സ് ബാർ എന്താന്ന് നമുക്കറിയാം? x1 plus x2 plus etc. plus xn by n ആണ്. അപ്പൊ നമുക്കറിയാം mx plus yt equal to mxt into myt എന്ന് നമ്മൾ ചെയ്തില്ലേ? ഓർക്കുന്നുണ്ടോ? അഡിറ്റീവ് പ്രോപ്പർട്ടി കണ്ടുപിടിക്കാൻ നേരം mx1 plus x2t is mx1t into mx2t എന്ന് എഴുതും. മനസ്സിലായോ? മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ വരുമ്പോ x1 plus x2ന്റെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് ആണ്. അത് ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് mx1 plus x2 plus etc. plus xn by n t ആണ്. അപ്പൊ നമ്മൾ ഇതിന് ഓരോന്നിനും x1 by n, x2 by n etc. xn by n ഓരോന്നിനും കൊടുത്തിട്ട് ഇങ്ങനെ എഴുതി. സിൻസ് xi's are independent. ഇനി നമുക്കറിയാം maxt equal to mxat. maxt equal to mxat. ഓക്കെ, അപ്പൊ ഇവിടെ maxt equal to mx1 at t by n, mx2 t by n etc. mxn t by n. ഓക്കെ, അപ്പൊ നമുക്ക് mx1 t e raised to mu t plus t square sigma square by 2 ആണ്. അപ്പൊ t by n വരുമ്പോ ടിയുടെ ഈ എക്സ്പ്രഷനില്
ടിയുടെ സ്ഥാനത്ത് ടി ബൈ എൻ ഇടണം. അപ്പൊ നോക്കിയേ, എം എ എക്സ് ടി ഈസ് എം എക്സ് എ ടി. അതുകൊണ്ട് എന്താണ് എം എക്സ് വൺ ടി ബൈ എൻ, എം എക്സ് ടു ടി ബൈ എൻ എക്സെട്ര എം എക്സ് എൻ ടി ബൈ എൻ കിട്ടും. ഓക്കെ. അപ്പൊ എന്നിട്ട് ഇ റേസ് ടു മ്യൂ ടി പ്ലസ് ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ ബൈ 2 ടിയുടെ സ്ഥാനത്ത് ടി ബൈ എൻ ഇട്ടു. അപ്പൊ ഇത് ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇതെല്ലാം ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം പി ഡി എഫ് ആണെന്നാണ് അർത്ഥം. ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ സെയിം പി ഡി എഫ് ആണ് വിത്ത് സെയിം പാരാമീറ്റേഴ്സ്. അതുകൊണ്ട് എല്ലാത്തിന്റെയും പി ഡി എഫ് സെയിം ആയതുകൊണ്ട് എല്ലാത്തിന്റെയും എം ജി എഫ് സെയിം ആണ്. അപ്പൊ അത് നമ്മൾ n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്തപ്പോ എല്ലാം സെയിം ആയതുകൊണ്ട് റേസ് ടു n എന്ന് വന്നു. അപ്പൊ നമുക്കറിയാം എ റേസ് ടു എം ദ ഹോൾ റേസ് ടു n ഈസ് എ റേസ് ടു എം ഇൻറ്റു n. അതുകൊണ്ട് ഇതിനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മ്യൂ ടി പ്ലസ് ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ ബൈ 2n കിട്ടും. അപ്പൊ ദിസ് ഈസ് ദ എം ജി എഫ് ഓഫ് എ. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഇ റേസ് ടു ടി സ്ക്വയറിന്റെ ടേം കാണും, ടിയുടെ ടേം കാണും. ടിയുടെ കോഎഫിഷ്യന്റ് ആണ് എം ജി എഫിലെ ടിയുടെ കോഎഫിഷ്യന്റ് ആണ് മീൻ. അപ്പൊ ഇവിടെ ടിയുടെ കോഎഫിഷ്യന്റ് മ്യൂ. ടി സ്ക്വയർ ബൈ 2ന്റെ കോഎഫിഷ്യന്റ് ആണ് വേരിയൻസ്. ഓക്കെ. അപ്പൊ ടി സ്ക്വയർ ബൈ 2ന്റെ കോഎഫിഷ്യന്റ് എന്നാ? സിഗ്മ സ്ക്വയർ ബൈ എൻ. അപ്പൊ എക്സ് ബാർ ഫോളോസ് സിഗ്മ സ്ക്വയർ ബൈ എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ എന്താണ് എഴുതി വെക്കുക. അതുകൊണ്ട് പോപ്പുലേഷൻ നോർമൽ ആണെങ്കിൽ സാമ്പിൾ മീൻ ഈസ് n മ്യൂ സിഗ്മ ബൈ റൂട്ട് n. ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇക്വേഷൻ കഴിഞ്ഞ് ലാസ്റ്റ് MGF എക്സ് ബാർ ഫോളോസ് എന്ന് പറഞ്ഞില്ലേ? അതായത് ഇത് എക്സ് ബാറിന്റെ എം ജി എഫ് ഇവിടം വരെ മനസ്സിലായോ? പറഞ്ഞേക്ക് ഇവിടം വരെ മനസ്സിലായോ? അത് മനസ്സിലായി. അപ്പൊ ഇതെന്താണ്? നമ്മള് എക്സ് ബാറിന്റെ എം ജി എഫ് ആണിത്. എം ജി എഫ് ഓഫ് എക്സ് ബാർ ആണ്. എം ജി എഫിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു എം ജി എഫ് കണ്ടാൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് ഈ എം ജി എഫ് ഏത് ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ ആലോചിച്ച് നോക്കുന്നു. ഇ റേസ് ടു എന്ന് പറഞ്ഞ് നമുക്ക് എം ജി എഫ് വരുന്ന ഒന്ന് പോസോണിന് വരും. പോസോണിന്റെ എം ജി എഫ് എന്നാ? ഇ റേസ് ടു ലാംഡ ഇൻറ്റു ഇ റേസ് ടു ടി മൈനസ് 1. ആ ഫോമിലല്ല കിടക്കുന്നത്. ബൈനോമിയലിന്റെ എം ജി എഫ് ആണ് ക്യൂ പ്ലസ് പി ഇ റേസ് ടു ടി. അതും ഇതുമായിട്ട് ബന്ധമില്ല. പിന്നെ നമുക്ക് വരുന്ന വേറെ എം ജി എഫ് ഏതാ ഉള്ളത്? വേറെ ഒന്നിന്റെയും തന്നെ എം ജി എഫിൽ ഇ വരുന്നില്ല. പോസോണിന് മാത്രമേ എം ജി എഫിൽ ഇ വരുന്നുള്ളൂ. ശരിയല്ലേ? എക്സ്പൊണൻഷ്യലിന് ഒന്നും എം ജി എഫിൽ ഇ വരുന്നില്ല. അപ്പൊ പോസോണിന്റെ എം ജി എഫ് ഇതാണ്. നോർമലിന്റെ എം ജി എഫ് ഇ റേസ് ടു മ്യൂ ടി പ്ലസ് ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ ബൈ 2 ആണ്. അപ്പൊ എം ജി എഫില് ഇയുടെ പവറില് ടിയുടെ കോഎഫിഷ്യന്റ് ഉണ്ട്, ടി സ്ക്വയർ ബൈ 2ന്റെ കോഎഫിഷ്യന്റ് ഉണ്ടെങ്കിൽ അത് നോർമൽ ആണ്. ഓക്കെ അപർണ? ഓക്കെ. അപ്പൊ ഇത് ഈ എം ജി എഫ് കണ്ടപ്പോ നമുക്ക് മനസ്സിലായി ദിസ് ഈസ് ദി എം ജി എഫ് ഓഫ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ. മീൻ എന്താ? ടിയുടെ കോഎഫിഷ്യന്റ്. വേരിയൻസ് എന്നാ? ടി സ്ക്വയർ ബൈ 2ന്റെ കോഎഫിഷ്യന്റ്. അതായത് ഇവിടെ സിഗ്മ സ്ക്വയർ ബൈ എൻ. അടുത്തത് നമ്മൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൻ പറഞ്ഞു. ഇനി സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേരിയൻസ്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേരിയൻസ് when samples are taken from a normal population. അത് ഓർത്തോണം കേട്ടോ. samples are taken from a normal population. മീനും അങ്ങനെ തന്നെയായിരുന്നു. samples are taken from a normal population. അപ്പൊ നമുക്ക് സാമ്പിൾ വേരിയൻസിന്റെ ഫോർമുല എന്താന്നൊക്കെ നമുക്ക് അറിയാം. സാമ്പിൾ മീൻ എക്സ് ബാർ ആൻഡ് സാമ്പിൾ വേരിയൻസ് എസ് സ്ക്വയർ ആർ ഇൻഡിപെൻഡന്റ്ലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ. അപ്പൊ പിന്നെ എസ് സ്ക്വയറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഇത് കണ്ട് നിങ്ങൾ പേടിച്ചു പോകണ്ട. ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം, പഠിച്ചു വെക്കണം. എസ് സ്ക്വയറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ജി എൻ ബൈ 2 സിഗ്മ സ്ക്വയർ എൻ മൈനസ് 1 ബൈ 2 ആണ്. വെൻ സാമ്പിൾ ഈസ് ടേക്കൺ ഫ്രം നോർമൽ എൻ മ്യൂ സിഗ്മ ആണ്. അപ്പൊ എസ് സ്ക്വയർ ഫോളോസ് ജി എൻ ബൈ 2 സിഗ്മ സ്ക്വയർ എൻ മൈനസ് 1 ബൈ 2 എന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പി ഡി എഫ് എഴുതാം. എം റേസ് ടു പി ബൈ ഗാമ പി ഇ റേസ് ടു മൈനസ് എം. ഇതാണ് എം. എക്സ് എന്താണ്? എക്സിന്റെ സ്ഥാനത്താണ് എന്ത് വന്നേക്കുന്നത്? എസ് സ്ക്വയർ വന്നേക്കുന്നത്. അപ്പൊ എം റേസ് ടു പി ബൈ ഗാമ പി
e raised to minus mx x raised to p minus 1. അപ്പൊ ഇതാണ് m n by 2 sigma square. n by 2 sigma square എന്നുള്ളതാണ് നമ്മളുടെ m. n by 2 sigma square ആണ് നമ്മളുടെ m. ഇതാണ് p. അപ്പൊ ഇതെന്താണ് m raised to p by gamma p. അതാണ് ഈ എഴുതിയേക്കുന്നത്. n by 2 sigma square raised to n minus 1 by 2 gamma p e raised to minus m x. Xന്റെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്നത് fന്റെ ബ്രാക്കറ്റിൽ കിടക്കുന്നത് e raised to minus mx x raised to p minus 1. 0 less than equal to x less than equal to infinity. xന്റെ സ്ഥാനത്ത് s square. ഓക്കെ. അപ്പൊ ഇനി ഇവിടെ ഇത് അത് നിങ്ങൾ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്താൽ മതി. പക്ഷേ ഈ ഡിസ്ട്രിബ്യൂഷൻ, ഈ പ്രൂഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രൂഫായിട്ടും ഇമ്പോർട്ടന്റ് ആണ്, പ്രൂഫായിട്ടും ഇമ്പോർട്ടന്റ് ആണ്, റിസൾട്ട് ആയിട്ടും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എസ് സ്ക്വയർ ഫോളോസ് ജി എം പി ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എൻ എസ് സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയറിന്റെ പി ഡി എഫ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എൻ എസ് സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയറിന്റെ പി ഡി എഫ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം എസ് സ്ക്വയർ വേരീസ് ഫ്രം 0 to infinity. അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. എസ് സ്ക്വയർ വേരീസ് ഫ്രം 0 to infinity. എസ് സ്ക്വയർ 0 ആകുമ്പോൾ യു 0, എസ് സ്ക്വയർ ഇൻഫിനിറ്റി ആകുമ്പോൾ യു ഇൻഫിനിറ്റി. അതുകൊണ്ട് യു ഓൾസോ വേരീസ് ഫ്രം 0 to infinity. ഓക്കെ. അപ്പൊ നമുക്ക് ജി ഓഫ് യു ഇപ്പൊ ഇവിടെ റിലേഷൻ ബിറ്റ്വീൻ എസ് സ്ക്വയർ ആൻഡ് യു ഈസ് 1 1. അത് ഇവിടെ എഴുതിയിട്ടില്ല, നിങ്ങളുടെ നോട്ടിലൊന്ന് എഴുതണേ. റിലേഷൻ ബിറ്റ്വീൻ S square and u is 1 1. S square and u is 1 1. അതുകൊണ്ട് എന്താണ് g of u equal to, നമ്മൾ സാധാരണ g of y equal to f of x into modulus of dx by dy എന്ന് എഴുതുമല്ലോ. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് എസ് സ്ക്വയർ, എക്സിന്റെ സ്ഥാനത്ത് എസ് സ്ക്വയർ, വൈയുടെ സ്ഥാനത്ത് യു. അപ്പൊ g of u equal to f of s square into modulus of ds square by du. u n square by sigma square ആണെങ്കിൽ s square എന്ന് പറയുന്നത് sigma square by n into u ആണ്. അപ്പൊ ds square by du എന്നതാണ് sigma square by n ആണ്. അപ്പൊ നമ്മൾ അത് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ f of s square ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, m raised to p by gamma p e raised to minus mx x raised to p minus 1 into d modulus of dx by dy sigma square by n ആണ്. അപ്പൊ നമുക്കറിയാം u equal to n square by sigma square ആണ്. അതുകൊണ്ട് ഇവിടെ e raised to minus n square by sigma square u ആണ്. അപ്പൊ ഇതിനെ നമുക്ക് e raised to minus u by 2, u n square by sigma square ആണെങ്കിൽ s square എന്താണ് sigma square by n into u ആണ്. അപ്പൊ s square sigma square by n into u raised to n minus 1 by 2 minus 1 into sigma square by n എഴുതി. ഓക്കെ. ഈക്വൽ ടു നോക്കി ഇവിടെ ഞാൻ ഈ സിഗ്മ സ്ക്വയർ ബൈ n raised to n minus 1 by 2 എന്നാ കിട്ടുക. കാരണം ഈ സിഗ്മ സ്ക്വയർ ബൈ എന്നുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ ഈ മൈനസ് സിഗ്മ സ്ക്വയർ ബൈ n raised to minus 1 എന്നുള്ളത് പോകും. അപ്പൊ ഇവിടെ ഉള്ളത് സിഗ്മ സ്ക്വയർ ബൈ n raised to n minus 1 by 2 ആണ്. ഇവിടെ നോക്കി അതിന്റെ റെസിപ്രോക്കൽ ആണ് n ബൈ സിഗ്മ സ്ക്വയർ raised to n minus 1 by 2. അപ്പൊ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. അപ്പൊ ബാക്കി ഇവിടെ ഉള്ളത് 1 by 2 raised to n minus 1 by 2 by gamma n minus 1 by 2 അങ്ങനെ തന്നെ എഴുതി. e raised to minus u by 2 സിഗ്മ സ്ക്വയർ ബൈ n പോയല്ലോ, ബാക്കിയുള്ളത് u raised to n minus 1 by 2 minus 1 എഴുതി. ഓക്കെ. അപ്പൊ ഇതെന്താണ്? ഇത് വീണ്ടും ഗാമ ഡിസ്ട്രിബ്യൂഷൻ ആയില്ലേ. ഇതെന്താണ്? m raised to p by gamma p e raised to minus mx x raised to p minus 1 എന്നുള്ള ഫോമില ആയില്ലേ. റേഞ്ചും കറക്റ്റ് ആണ്, 0 less than x less than infinity. അപ്പൊ ദിസ് ഈസ് എ 2 പാരാമീറ്റർ ഗാമ ഡിസ്ട്രിബ്യൂഷൻ with m equal to half and p equal to n minus 1 by 2. അപ്പൊ
ഈ g half n minus 1 by 2 g half n minus 1 by 2 ആണ് എന്ത് n സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയറിന്റെ PDF. n സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയറിന്റെ PDF ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ g half n minus 1 by 2 വേറൊരു പേരുണ്ട്. ആ പേരാണ് chi-square distribution with n minus 1 degrees of freedom. Chi-square distribution with n minus 1 degrees of freedom. അപ്പൊ chi-square distribution with n minus 1 degrees of freedom എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എഴുതുക. chi ഇതിനെ നമ്മൾ വിളിക്കുന്ന chi എന്നാണ്, കണ്ടോ, chi. അപ്പൊ chi-square distribution with n minus 1 degrees of freedom. അപ്പൊ നമുക്ക് എന്താ കിട്ടിയേ? n square by sigma square follows chi-square distribution with n minus 1 degrees of freedom എന്ന് കിട്ടി. n square by sigma square follows chi-square distribution with n minus 1 degrees of freedom എന്ന് കിട്ടി. അപ്പൊ ഇത് രണ്ട് രീതിയിൽ പറയാം. n square by sigma square PDF g half n minus 1 by 2 എന്ന് പറയാം, അല്ലെങ്കിൽ chi-square distribution with n minus 1 degrees of freedom എന്ന് പറയാം. അപ്പൊ chi-square distribution എന്നാണ് നമ്മൾ പറയാൻ പോവാണ് കേട്ടോ. chi-square distribution എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. chi-square distribution എന്ന് പറഞ്ഞാൽ g half n by 2 നമ്മൾ പറയുന്ന പേരാണ് chi-square distribution with n degrees of freedom. അപ്പൊ നമുക്ക് നേരത്തെ കിട്ടിയത് n സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയറിന്റെ PDF കിട്ടിയത് g half n minus 1 by 2 എന്നല്ല കിട്ടിയേ. അപ്പൊ ഇവിടെ n-ന്റെ സ്ഥാനത്ത് n minus 1 വന്നുകൊണ്ടാണ് നമ്മൾ ഇതിനെ chi-square distribution with n minus 1 degrees of freedom എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് g half n by 2 ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ chi-square distribution PDF നിങ്ങൾക്ക് ഒന്നും പുതുതായിട്ട് പഠിക്കാനില്ല. chi-square distributionന്റെ പേര് chi-square distribution n degrees of freedom PDF ഇതാണെന്ന് ഓർത്തിരിക്കുക. എന്നിട്ട് PDF അങ്ങ് എഴുതിക്കൊള്ളുക. m raised to p by gamma p e raised to minus mx x raised to p minus 1 എന്നും പറഞ്ഞ് PDF അങ്ങ് എഴുതിക്കൊള്ളുക. GMP-യുടെ മീന് MGF ഒക്കെ പഠിച്ചില്ലേ? GMP-യുടെ നിങ്ങൾ MGF ഒക്കെ കണ്ടുപിടിച്ചപ്പോ നമുക്ക് എന്നാ കിട്ടിയ 1 minus p by m 1 minus t by m the whole raised to minus p എന്ന് കിട്ടി. അപ്പൊ ഇവിടെ g half n by 2 ആണ്, കണ്ടോ? അപ്പൊ വന്നേക്ക് നോക്കിയേ, 1 minus m-ന്റെ സ്ഥാനത്ത് 1 by 2 ആണ്. അപ്പൊ അതുകൊണ്ട് 1 minus 2t the whole raised to minus n by 2 എന്ന് എഴുതി. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോ അവിടെ നമ്മൾ GMP-യുടെ ഡിറൈവ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഇത് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾ ഇത് നോട്ട് എഴുതുമ്പോ അത് മനസ്സിലാക്കി എഴുതുക. MXT-യിൽ നിന്ന് നമുക്ക് മീനും വേരിയൻസും കാണാം. മീനും വേരിയൻസും കാണാൻ നേരം നമ്മൾ 1 minus 2t raised to minus n by 2. അപ്പൊ അതിന്റെ എക്സ്പാൻഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. അതായത് 1 minus x the whole raised to minus n ആണെങ്കിൽ 1 plus n by 1 into x plus n into n plus 1 by 1 into 2 into 1 into 2 into x square plus etc plus up to infinity. അപ്പൊ അടുത്ത വരുമ്പോ എന്നായിരിക്കും? n into n plus 1 into n plus 2 by 1 into 2 into 3 into x cube എന്നാ വരിക. 1 minus x the whole raised to minus എന്ന് പറഞ്ഞാൽ ഇതാണ് എക്സ്പാൻഷൻ. 1 plus n by 1 into x. അപ്പൊ n-ന്റെ സ്ഥാനത്ത് n by 2. അപ്പൊ n by 1 into x. x-ന്റെ സ്ഥാനത്ത് 2t plus n into n plus 1 by 1 into 2 into x square. x square-ന്റെ സ്ഥാനത്ത് 2t the whole square. അങ്ങനെ up to infinity. അപ്പൊ നമ്മൾ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതി. മീനും വേരിയൻസ് മാത്രം കാണുന്നുള്ളൂ. അതുകൊണ്ട് ടിയും ടി സ്ക്വയർ മാത്രം മതി. അപ്പൊ അതുകൊണ്ട് സിംപ്ലിഫൈ ചെയ്ത് എഴുതി. അപ്പൊ n into n plus 2 by ഇവിടെ 4 എന്നുള്ളത് ഇവിടെ താഴെ LCM എടുക്കുമ്പോൾ വരുന്ന 4 മുകളിലത്തെ ഈ 4 ക്യാൻസൽ ചെയ്യുക. അപ്പൊ n into n plus 1 by 2 factorial into t square എന്ന് വരും. അപ്പൊ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് t by 1 factorial n കിട്ടും. mu2 dash എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് t square by 2 factorial ആണ്. അത് n into n plus 2 എന്ന് കിട്ടും. t square by 2 factorial കോഎഫിഷ്യന്റ് n into n plus 2. അപ്പൊ വേരിയൻസ് പറഞ്ഞാല് mu2 dash minus mu1 dash square equal to n square plus 2n minus mu1 dash എന്താ n ആണ് minus n square equal to 2n. അപ്പൊ അതുകൊണ്ട് നോക്കിയേ, chi-square ഡിസ്ട്രിബ്യൂഷന്റെ മീൻ
എന്നും വേരിയൻസ് 2n ആണ്. അതായത് വേരിയൻസ് ഈക്വൽ ടു 2 ഇൻറ്റു മീൻ ആണ്. മീൻ എന്നും വേരിയൻസ് 2n ആണ്. അടുത്ത റീപ്രൊഡക്റ്റീവ് പ്രോപ്പർട്ടി ആണ്. റീപ്രൊഡക്റ്റീവ് പ്രോപ്പർട്ടി നമുക്കറിയാം 1 - 2t raised to -n1/2 1 - 2 raised to അപ്പൊ mx1 + x2t എന്താണ്? ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ ഓഫ് സം ഈസ് പ്രോഡക്റ്റ് ഓഫ് MGF ആണ്. അപ്പൊ mx1t ഇൻറ്റു mx2t എന്ന് കിട്ടും. അത് 1 - 2t raised to -n1 + n2/2 എന്ന് കിട്ടും. This is the MGF of a chi-square distribution. Chi-square distributionന്റെ MGF ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എന്ത് പറഞ്ഞത്? 1 - 2t the whole raised to -n/2. This is the MGF of a chi-square distribution with n degrees of freedom. അപ്പൊ ഇതെന്താണ്? ഈ എഴുതിയേക്കുന്നത് എന്താണ്? This is the MGF of a chi-square distribution with n1 + n2 degrees of freedom. അതുകൊണ്ട് എന്ത് പറ്റി? chi-square distribution possesses additive property. X1, x2, etc. xn are n independent and independent standard normal variables. അപ്പോ സിഗ്മ ഈക്വൽ ടു 1 to n xi² ഫോളോസ് chi² n എന്നാണ് പ്രൂവ് ചെയ്യാണ്. ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം സ്റ്റാൻഡേർഡ് നോർമൽ പഠിപ്പിച്ചപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞു സ്ക്വയർ ഓഫ് എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് ഈസ് എ 2 പാരാമീറ്റർ ഗാമ വേരിയേറ്റ് എന്ന് പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? Square of a standard normal variate is a 2 parameter gamma variate എന്ന് പറഞ്ഞു. അപ്പൊ നോക്കിയേ, ഈ x² എന്ന് പറഞ്ഞാൽ g ഹാഫിന്റെ പ്രൂഫ് ഞാൻ അവിടെ പഠിപ്പിച്ചു. ഇവിടെ ഞാൻ പറയുന്നത് സ്ക്വയർ ഓഫ് എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് ഈസ് എ chi-square വേരിയേറ്റ് വിത്ത് 1 degree of freedom. നേരത്തെ നമ്മൾ പറഞ്ഞു x² ഫോളോസ് g ഹാഫ്. അപ്പൊ നമുക്കറിയാം g ഹാഫ് n/2 നെയാണ് നമ്മൾ പറയുന്നത് chi-square distribution with n degrees of freedom. അപ്പൊ ഈ n-ന്റെ സ്ഥാനത്ത് ഇവിടെ എന്ത് വന്നു? n-ന്റെ സ്ഥാനത്ത് ഇവിടെ എന്ത് വന്നു? 1 വന്നു. അപ്പൊ സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് g ഹാഫ് 1/2 എന്നാണ്. അതിന്റെ അർത്ഥം എന്താ? സ്ക്വയർ ഓഫ് എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് ഈസ് എ chi-square വേരിയേറ്റ് വിത്ത് 1 degree ഓഫ് ഫ്രീഡം. ആ പ്രൂഫാണ് നമ്മൾ ഇവിടെ ആദ്യം ചെയ്തേക്കുന്നത്. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ കഴിഞ്ഞ മൊഡ്യൂളില് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഞാൻ പറഞ്ഞ പ്രൂഫാണ് ഇവിടെ ഇപ്പൊ ആദ്യം ചെയ്തേക്കുന്നത്. അപ്പൊ അത് ആദ്യം ചെയ്തിട്ട് നമ്മൾ പറയും xi², അതായത് xi² എന്നതാ സ്ക്വയർ ഓഫ് എ, നോക്കിയേ ഇതെന്നതാ xi ഫോളോസ് n01. xi ഫോളോസ് n01. അപ്പൊ xi² എന്നതാ സ്ക്വയർ ഓഫ് എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് ആണ്. ദിസ് ഫോളോസ് chi-square ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 degree ഓഫ് ഫ്രീഡം. ഈ പ്രൂഫ് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചു തന്നാണ്. അപ്പൊ chi-square ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 degree ഓഫ് ഫ്രീഡം. chi-square ഡിസ്ട്രിബ്യൂഷൻ എന്തുണ്ട്? അഡിറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോ n chi-square വേരിയറ്റ്സ് ആഡ് ചെയ്താൽ xi² സിഗ്മ ഈക്വൽ ടു 1 to n xi² എന്ന് പറഞ്ഞാൽ എന്താ? 1 degree ഓഫ് ഫ്രീഡം ഉള്ള n chi-square വേരിയറ്റ്സ് ആഡ് ചെയ്തേക്കുവാണ്. 1 degree ഓഫ് ഫ്രീഡം ഉള്ള n chi-square വേരിയറ്റ്സ് ആഡ് ചെയ്തേക്കുന്നതാണ് ഇവിടെ ഈ കാണുന്നത്. ഇതെന്താണ്? 1 degree ഓഫ് ഫ്രീഡം ഉള്ള n chi-square വേരിയറ്റ്സ് ആഡ് ചെയ്തേക്കുവാണ്. ദിസ് ഫോളോസ് chi-square distribution with n degree of freedom by additive property of chi-square. അപ്പൊ ഇത് തന്നെ വേറൊരു രീതിയിലും പറയാട്ടോ. അത് നിങ്ങള് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. അതായത് നിങ്ങള് പ്രൂഫ് എഴുതുമ്പോ നിങ്ങള് ഇവിടെ x1, x2, etc. xn ആർ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് എന്ന് പറഞ്ഞു. ഇങ്ങനെ പറയാം, xi ഫോളോസ് n mu i sigma i. നോട്ട് ചെയ്ത് വെച്ചു, xi ഫോളോസ് n mu i sigma i. അപ്പൊ പ്രൂവ് ദാറ്റ് sigma i equal to 1 to n xi minus mu i by sigma i the whole square follows chi square n. ഇത് രണ്ടും സെയിമാ.
എന്താ വ്യത്യാസം? ഇവിടെ നമുക്ക് ആദ്യം സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് നേരിട്ട് തന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ആ നമുക്ക് തന്ന നോർമലിനെ സ്റ്റാൻഡേർഡ് നോർമൽ ആക്കിയിട്ട് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്തു. അപ്പൊ ഇവിടെ നമുക്ക് തന്നേക്കുന്ന നോർമൽ വേരിയബിളിനെ സ്റ്റാൻഡേർഡ് നോർമൽ ആക്കി കൺവേർട്ട് ചെയ്ത് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്തു. അതേ ഉള്ളൂ വ്യത്യാസം. ഇത് തന്നെ വേറെ രീതിയിൽ ചോദിക്കാം. എങ്ങനെയാ? xi ഫോളോസ് n mu i sigma i. അപ്പൊ പ്രൂവ് ദാറ്റ് സിഗ്മ ഈക്വൽ ടു 1 to n xi മൈനസ് mu i ബൈ സിഗ്മ i ദ ഹോൾ സ്ക്വയർ ഫോളോസ് chi സ്ക്വയർ n. അപ്പൊ നമ്മൾ ഇവിടെ ആകെ ഒരു അഡീഷണൽ സ്റ്റെപ്പ് എഴുതിയാൽ മതി. xi ഫോളോസ് n mu i sigma i ആണെങ്കിൽ xi മൈനസ് mu i ബൈ സിഗ്മ i ഫോളോസ് n01. ഒരു അഡീഷണൽ സ്റ്റെപ്പ് വരും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്താൽ മതി? അപ്പൊ നമുക്ക് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് ആയി മാറി. എന്നിട്ട് നമ്മൾ അതിനെ സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് ഫോളോസ് chi സ്ക്വയർ വേരിയേറ്റ് വിത്ത് 1 degree ഓഫ് ഫ്രീഡം ആക്കി മാറ്റണം. ഇതാണ് സ്റ്റുഡൻസ് ഡിസ്ട്രിബ്യൂഷന്റെ PDF. ഗാമ n+1/2 ബൈ ഗാമ n/2 റൂട്ട് ഓഫ് n ബൈ, ഇത് റൂട്ട് ഓഫ് n ബൈ ആണ്, റൂട്ട് ഓഫ് n ബൈ 1 + t സ്ക്വയർ ബൈ n ദ ഹോൾ റേസ് ടു മൈനസ് ഓഫ് n+1/2. ദിസ് ഈസ് എ T distribution with n degrees of freedom. T distribution with n degrees of freedom. അപ്പൊ നമ്മൾ സിമ്പിൾ ഇങ്ങനെ എഴുതും, T ഫോളോസ് T എന്ന് എഴുതും. പിന്നെ നമ്മള് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, T ഡിസ്ട്രിബ്യൂഷൻ ഈസ് സിമെട്രിക് അബൌട്ട് T ഈക്വൽ ടു 0. f of t യും f of മൈനസ് t ഇട്ടാലും സെയിം ആണ്. പിന്നെ ഈ T ഡിസ്ട്രിബ്യൂഷൻ ഒരു ഇതെന്താന്ന് വെച്ചാൽ അത് നമ്മുടെ നോർമലിന്റെ പോലത്തെ ഷേപ്പ് ആണ് കേട്ടോ. ടീയുടേത് ബെൽ ഷേപ്ഡ് ആണ്, സിമെട്രിക് ആണ്. ഇവിടെ സിമെട്രിക് അബൌട്ട് T ഈക്വൽ ടു 0 ആണ്. അപ്പൊ ഈ T ഡിസ്ട്രിബ്യൂഷന്റെ കാര്യത്തില് നിങ്ങൾ ആ PDF അത് പഠിക്കുക തന്നെ വേണം. T ഡിസ്ട്രിബ്യൂഷന് ബീന് വേരിയൻസ് MGF ഒന്നും ചെയ്യാനില്ല. T സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് ആൻ ഇൻഡിപെൻഡന്റ് chi സ്ക്വയർ വേരിയേറ്റ് ഡിവൈഡഡ് ബൈ ഇറ്റ്സ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പൊ നോക്കിയേ, റേഷ്യോ ഓഫ് എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് ആൻ ഇൻഡിപെൻഡന്റ് chi സ്ക്വയർ വേരിയേറ്റ് ഡിവൈഡഡ് ബൈ ഇറ്റ്സ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പൊ അത് വേർഡ്സിൽ പറയാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ ഓർത്തിരിക്കുക. x ഫോളോസ് n01 സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ്, y എന്ന് പറഞ്ഞ ഒരു chi സ്ക്വയർ വേരിയേറ്റ് വിത്ത് ഡിഗ്രീസ് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. പിന്നെ എന്താണ്? x and y ആർ ഇൻഡിപെൻഡന്റ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, x and y ആർ ഇൻഡിപെൻഡന്റ്. അപ്പൊ T സ്റ്റാറ്റിസ്റ്റിക് എന്താണ്? ഈ സ്റ്റാറ്റിസ്റ്റിക് എന്താണ്? റേഷ്യോ ഓഫ് എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് എ chi സ്ക്വയർ വേരിയേറ്റ് ഡിവൈഡഡ് ബൈ ഇറ്റ്സ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റിനെ അതുമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു chi സ്ക്വയർ വേരിയേറ്റിനെ അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൊണ്ട് ഡിവൈഡ് ചെയ്ത് സ്ക്വയർ റൂട്ട് എടുത്ത് ഈ റേഷ്യോ, ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് അതിനെ ഡിവൈഡ് ചെയ്തു. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? സ്ക്വയർ റൂട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്തിന്റെ സ്ക്വയർ റൂട്ട്? ഒരു എക്സുമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു chi സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനെ അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ആ chi സ്ക്വയർ ഡിസ്ട്രിബ്യൂഷന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ T ആയിരിക്കും. T ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് T സ്റ്റാറ്റിസ്റ്റിക്. പറയാൻ പോകുന്നത് എക്സാമ്പിൾസ് ഓഫ് T സ്റ്റാറ്റിസ്റ്റിക് ആണ്. അപ്പോ ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് നമുക്ക് വേണം. അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ് തുടങ്ങിയപ്പോ പറഞ്ഞത് നോർമൽ പോപ്പുലേഷൻ ആണെങ്കിൽ എക്സ് ബാർ ഫോളോസ് n mu സിഗ്മ എന്നാണ് ഇന്ന് ക്ലാസ് തുടങ്ങിയപ്പോ പറഞ്ഞത്. നോർമൽ പോപ്പുലേഷൻ ആണെങ്കിൽ എക്സ് ബാർ ഫോളോസ് n mu സിഗ്മ ബൈ റൂട്ട് എന്നാ പറഞ്ഞത്. അപ്പൊ എക്സ് ബാർ മൈനസ് മ്യൂ ബൈ, അതായത് എക്സ് ഫോളോസ് n mu സിഗ്മ ആണ്, എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഫോളോസ് n01 ആണല്ലോ. അപ്പൊ എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ടൻ, എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ടൻ എടുക്കുമ്പോ റൂട്ടൻ വെളിയിൽ പോലും, സോറി വെളിയിലല്ല മുകളിൽ പോലോ. അപ്പൊ എക്സ് ബാർ മൈനസ് മ്യൂ ബൈ ഇൻറ്റു റൂട്ടൻ ബൈ സിഗ്മ ഫോളോസ് n01. അപ്പൊ നമുക്ക് T സ്റ്റാറ്റിസ്റ്റിക്കിലെ ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് ഇപ്പൊ കിട്ടി. ഇനി ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു n² ബൈ സിഗ്മ സ്ക്വയർ ഫോളോസ് chi സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞു. കണ്ടോ?
n square by sigma square follows chi-square distribution with n-1 degrees of freedom എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്കൊരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റും കിട്ടി, ഒരു chi-square വേരിയേറ്റും കിട്ടി. ടി സ്റ്റാറ്റിസ്റ്റിക്കിന് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് ഒരു chi-square വേരിയേറ്റ് മതിയല്ലോ. എക്സ് ബാർ ആൻഡ് എസ് സ്ക്വയർ ആർ ഇൻഡിപെൻഡന്റ് എന്ന് നമുക്കറിയാം. എക്സ് ബാർ ആൻഡ് എസ് സ്ക്വയർ ആർ ഇൻഡിപെൻഡന്റ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് എന്ത് കിട്ടി? റേഷ്യോ ഓഫ് എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് ടു ദി സ്ക്വയർ റൂട്ട് ഓഫ് എ chi-square വേരിയേറ്റ്. ആ chi-square വേരിയേറ്റിനെ അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൂടെ ഡിവൈഡ് ചെയ്തു. അപ്പൊ ഇതെന്താണ്? ദിസ് ഈസ് എ ടി സ്റ്റാറ്റിസ്റ്റിക്. അപ്പൊ ഈ ടി സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്തായിരിക്കും? ഇവിടുത്തെ chi-square വേരിയേറ്റിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണോ അത് തന്നെയായിരിക്കും ടിയുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. chi-square വേരിയേറ്റിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണോ അത് തന്നെയായിരിക്കും ടിയുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പൊ ഇതിന്റെ അകത്ത് സിഗ്മ ഒക്കെ കോമൺ ആണ്. അതൊക്കെ വെട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ബാർ മൈനസ് മ്യൂ ഇൻറ്റു ഇത് പഠിക്കണം. അപ്പോ ടി ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ഇൻറ്റു റൂട്ട് ഓഫ് n-1 ബൈ എസ് ഫോളോസ് ടി n-1. ഇതൊരു ടി സ്റ്റാറ്റിസ്റ്റിക്. അടുത്ത എക്സാമ്പിൾ നമ്മൾ രണ്ട് സാമ്പിൾ എടുക്കുന്നു. x1 bar and x2 bar are the sample mean and s1 and s2 are the sample standard deviations of samples of sizes n1 and n2 taken independently from two normal populations with the mean mu and standard deviation sigma. അപ്പൊ ഇത് ഈ രണ്ട് സാമ്പിളിന്റെ മീനും വേരിയൻസും ആണ്, പക്ഷെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സെയിം ആണ്. അപ്പൊ നമുക്കറിയാം x1 bar follows n mu sigma by root of n1. x1 ബാറിന്റെ സാമ്പിൾ സൈസ് n1 ആണ്. അതുകൊണ്ട് x1 bar follows n mu sigma by root of n1. x2 bar follows n mu sigma by root of n2. അതുകൊണ്ട് നമുക്കറിയാം ലീനിയർ കോമ്പിനേഷൻ ഓഫ് നോർമൽ വേരിയൻസ് ഇസ് എ നോർമൽ വേരിയറ്റ്. അതുകൊണ്ട് x1 bar minus x2 bar follows n mu sigma into root of n1 by n1 plus 1 by n2. അത് വന്ന് ഞാൻ ഇവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നൊരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് കിട്ടി. എന്ത് കിട്ടി? x1 bar മൈനസ് x2 bar മൈനസ് മ്യൂ എന്നുള്ളിടത്ത് ഇവിടെ 0 ആണ്. ഇവിടെ 0 ആയതുകൊണ്ട് മൈനസ് മ്യൂ എന്നുള്ളത് ഇവിടെ വേണ്ട, മൈനസ് 0 എന്നുള്ളത് വേണ്ട. ബൈ അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്കൊരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് chi-square വേരിയേറ്റ് ആണ്. നമുക്കറിയാം n1 s1 square by sigma square follows chi-square n1 minus 1. n2 s2 square by sigma square follows chi-square n2 minus 1. അപ്പൊ ബൈ അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് chi-square ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് chi-square ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n1 പ്ലസ് n2 മൈനസ് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റും കിട്ടി, ഒരു chi-square വേരിയേറ്റും കിട്ടി. അപ്പൊ എന്ത് ചെയ്തു? സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ്, ഇതൊരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് ആണ്. ഇതൊരു chi-square വേരിയേറ്റ് ആണ്. അപ്പൊ റേഷ്യോ ഓഫ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് ഡിവൈഡ് ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് എ chi-square വേരിയേറ്റ് ഡിവൈഡഡ് ബൈ ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതാ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഏത്? n1 പ്ലസ് n2 മൈനസ് 2 എന്നുള്ളത് chi-square വേരിയേറ്റിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ഓക്കെ, അപ്പൊ ഈ n1 പ്ലസ് n2 മൈനസ് 2 എന്നുള്ള chi-square വേരിയേറ്റ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അതുകൊണ്ട് ദിസ് ഫോളോസ് എന്താണ്? chi-square ഇതിന്റെ ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്തിന്റെയാണ്? chi-square വേരിയേറ്റിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം തന്നെ. അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് അപ്പൊ ഇത് രണ്ടും പഠിക്കണം. ഇത് സ്നെഡക്കേഴ്സ് എഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. സ്നെഡക്കേഴ്സ് എഫ് ഡിസ്ട്രിബ്യൂഷൻ ഈ PDF അങ്ങനെ പഠിക്കേണ്ടി വരും. അപ്പൊ ഈ സ്നെഡക്കേഴ്സ് എഫ് ഡിസ്ട്രിബ്യൂഷൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. കണ്ടോ? n1 n2 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ ഓർത്തിരിക്കുക. ആദ്യം വരുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n1 ആവുമ്പോ n1 by n2 raised to n1 by 2 by beta n1 by 2 n2 by 2. BPQ എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ? BPQ എന്താന്ന് അറിയാലോ? എന്നാ? ഗാമ പി ഇൻറ്റു ഗാമ ക്യൂ ബൈ ഗാമ പി പ്ലസ് ക്യൂ. അതാണിത്. BPQ ആണ്. പിയുടെ സ്ഥാനത്ത് n1 by 2 n2 by 2. അപ്പൊ f raised to ആദ്യം വരുന്ന n1 by 2 minus 1 പ്ലസ് ഇവിടെ എഫിന്റെ കൂടെ ന്യൂമറേറ്ററിൽ വരുന്നത് ആദ്യം വരുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1 പ്ലസ് n1f by n2 raised to
n1 plus n2 by 2. F statistic, x1 follows chi-square distribution with n1 degrees of freedom. x2 follows chi-square distribution with the n2 degrees of freedom. അപ്പൊ F statistic എന്നാ ഡിഫൈൻ ചെയ്തേക്കുന്നത് ratio of two independent chi-square variables divided by the degrees of freedom. F statistic എന്താണ്? Ratio of two independent chi-square variables divided by the degrees of freedom. അപ്പൊ x1 follows chi-square n1, x2 follows chi-square n2 ആണെങ്കിൽ x1 and x2 are independent. അതുകൊണ്ട് x1 and x2 are independent. അങ്ങനെയാണെങ്കിൽ x1 by n1 by x2 by n2 follows F distribution with n1 n2 degrees of freedom. നമുക്കറിയാം n1 s1 square by sigma square follows chi-square distribution with the n1 minus 1 degrees of freedom. n2 s2 square by sigma square follows chi-square distribution with the n2 minus 1 degree. So, ഇത് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്താണ്. n square by sigma square follows chi-square n minus 1 പ്രൂവ് ചെയ്താണ്. അതുകൊണ്ട് n1 s1 square by sigma square follows chi-square. അപ്പൊ നമുക്ക് we have two independent chi-square variables. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ F സ്റ്റാറ്റിസ്റ്റിക് കിട്ടാനായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തു. അപ്പൊ ആദ്യത്തെ chi-square variate ഇതാണ്. അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൊണ്ട് ഡിവൈഡ് ചെയ്തു. രണ്ടാമത്തെ chi-square variate ഇതാണ്. അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ സിഗ്മ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഇത് കിട്ടും. അപ്പൊ ദിസ് ഫോളോസ് എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മോളിലുള്ളതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, നമ്മള് chi-square എഴുതുമ്പോ നോക്കിയേ, x1 by n1 by x2 by n2 follows f n1 n2 ആണ്. f n1 n2 ആണ്. അപ്പോ ഈ n1 ഏതാണ്? മുകളിലുള്ളതിന്റെ. n2 ഏതാണ്? താഴെ ഉള്ളതിന്റെ. ഓക്കെ, അതുകൊണ്ട് this follows f distribution with the n1 minus 1 n2 minus 1 degrees of freedom. ഇതാണ് എക്സാമ്പിൾ ഓഫ് F സ്റ്റാറ്റിസ്റ്റിക്. ടി സ്ക്വയർ ഫോളോസ് F1 എന്നാണ് നമുക്ക് കാണിക്കുന്നത്. ടി സ്ക്വയർ ഫോളോസ് F1. അപ്പൊ ടി ഡിസ്ട്രിബ്യൂഷന്റെ ഇത് -∞ to +∞ ആണ് റേഞ്ച് കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ സിമെട്രിക് ആണ്. -∞ തൊട്ട് +∞ വരെ വേരി ചെയ്യും. അപ്പൊ y ഈക്വൽ ടു ടി സ്ക്വയറിന്റെ PDF ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. y ഈക്വൽ ടു ടി സ്ക്വയർ എന്ന് പറഞ്ഞാല് t varies from -∞ to +∞ ആണ്. അപ്പൊ y varies from 0 to infinity. കാരണം y ഈക്വൽ ടു ടി സ്ക്വയർ ആയതുകൊണ്ട് y varies from 0 to infinity. പിന്നെ എന്താണ് ഇത്? y ഈക്വൽ ടു ടി സ്ക്വയർ ഈസ് എ മെനി വൺ ഫംഗ്ഷൻ. y ഈക്വൽ ടു ടി സ്ക്വയർ ഈസ് എ മെനി വൺ ഫംഗ്ഷൻ. when t ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് t, y ഈക്വൽ ടു ടി സ്ക്വയർ എന്ന് എഴുതാനുണ്ട്. when t equal to plus or minus t, y equal to t square. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. നോട്ട് എഴുതിയവർക്ക് എളുപ്പമുണ്ട്, എഴുതാത്തവർ അത് നോട്ട് ചെയ്ത് നോക്കുക. when t equal to plus or minus t, y equal to t square. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ എഴുതണം? മെനി വൺ ഫംഗ്ഷൻ ആയതുകൊണ്ട് ട്രാൻസ്ഫോർമേഷൻ ഓഫ് വേരിയബിൾസ് കൊടുക്കുമ്പോൾ f of t plus f of minus t into modulus of dt by dy. y t square ആണ്, t root y ആണ്, dt by dy 1/2 root y ആണ്. അപ്പൊ നമുക്കറിയാം എഫ് ഓഫ് ടി ഇത് സിമെട്രിക് ആണ്. എഫ് ഓഫ് ടിയും എഫ് ഓഫ് മൈനസ് ടിയും സെയിം ആയതുകൊണ്ട് നമ്മൾക്ക് അതിനെ 2 into f of t എന്ന് എടുത്താൽ മതി. 2 into f of t എഴുതി into 1/2 root y എന്ന് എഴുതി. ഓക്കെ, നമുക്ക് ഇവിടെ കാണിക്കാനുള്ളത് എഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ് കാണിക്കാനുള്ളത്. അപ്പോ എഫ് ഡിസ്ട്രിബ്യൂഷന്റെ PDF ഒന്ന് നമുക്ക് സൈഡിൽ എഴുതാം. എഫ് ഡിസ്ട്രിബ്യൂഷന്റെ PDF n1 by n2 raised to n1 by 2 by beta n1 by 2 n2 by 2 f raised to n1 by 2 minus 1 by 1 plus n1f by n2 raised to n1 plus n2 by 2. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ഈ ഫോമിൽ വരുമോ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ
ഒരു 1/n ഉണ്ട്, 1/√n ഉണ്ട്. ആ 1/√n നമ്മൾ 1/n റേസ് ടു ഹാഫ് എന്ന് എഴുതി. അപ്പൊ ഈ റൂട്ട് ഓഫ് പൈ എന്ന് പറഞ്ഞാൽ ഗാമ ഹാഫ് ആണ്. ഈ റൂട്ട് ഓഫ് പൈ ഇവിടെ നമ്മൾ എഴുതാൻ കാര്യം റൂട്ട് ഓഫ് പൈ എന്ന് പറഞ്ഞാൽ ഗാമ ഹാഫ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ റൂട്ട് ഓഫ് പൈ ഗാമ ഹാഫ് ഗാമ n/2 ബൈ ഇതിനെ താഴെ കിട്ടും ഗാമ n+1/2 എന്നുള്ളതിന്. എന്നിട്ട് നോക്കിയ ഈ y1/√y നമ്മൾ y റേസ് ടു മൈനസ് ഹാഫ് എന്ന് എഴുതി. y റേസ് ടു മൈനസ് ഹാഫ് എന്ന് എഴുതി. എന്നിട്ട് ഈ ഇത് റേസ് ടു മൈനസ് ഓഫ് n+1/2 എന്നാണ്. അതിനെ നമ്മൾ 1/1 പ്ലസ് ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ y അല്ലേ, ടി സ്ക്വയർ ഈസ് y. അപ്പൊ y/n റേസ് ടു ഇങ്ങനെ എഴുതി. ഓക്കെ, അപ്പൊ ഇവിടെ എഴുതി കഴിഞ്ഞപ്പോ നോക്കിയേ 1/n റേസ് ടു ഹാഫ്. നമുക്കറിയാം ഗാമ പി ഇൻറ്റു ഗാമ ക്യൂ ബൈ ഗാമ പി പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ ബി പി ക്യൂ ആണ്. അപ്പൊ നോക്കിയേ ഗാമ പി ഇൻറ്റു ഗാമ ക്യൂ ബൈ ഗാമ പി പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ ബി ഹാഫ് n/2 ആണ്. അപ്പൊ നമുക്ക് നോക്കിയേ 1/n റേസ് ടു ഹാഫ് ബി ഹാഫ് n/2 y റേസ് ടു മൈനസ് ഹാഫിനെ ഹാഫ് മൈനസ് 1 എഴുതി 1 പ്ലസ് y/n റേസ് ടു n+1/2 എന്ന് എഴുതി. അപ്പൊ ഇനി ഈ എഫ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? n1 സ്ഥാനത്ത് 1ഉം n2 സ്ഥാനത്ത് n കിട്ടും. അതായത് ടി സ്ക്വയർ ഫോളോസ് f1n. ടി സ്ക്വയർ ഫോളോസ് f1n. f ഫോളോസ് fn1n2 then 1/f ഫോളോസ് fn2n1. ഇതാണ് കാണിക്കേണ്ടത്. അപ്പോ എഫിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഇതാണ്. നമുക്ക് 1/f ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എഫ് 0 to ഇൻഫിനിറ്റി ആവുമ്പോ 1/f ഓൾസോ വേരീസ് ഫ്രം 0 to ഇൻഫിനിറ്റി. അപ്പോ ജി ഓഫ് y ഡിനോട്ട്സ് ദ പി ഡി എഫ് ഓഫ് y. y എന്ന് പറഞ്ഞാൽ 1/f ആണ്. അപ്പം വൈയുടെ പി ഡി എഫ് എന്ന് പറഞ്ഞാല് പ്രോബിലിറ്റി നമ്മള് പി ഡി എഫ് ഓഫ് എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് ഡി എഫ് ബൈ ഡി വൈ. y എന്ന് പറഞ്ഞാൽ 1/f ആണ്. അപ്പൊ എഫ് എന്താണ്? 1/y ആണ്. ഡി എഫ് ബൈ ഡി വൈ മൈനസ് 1/f² ആണ്. ഈ എഴുതിയേക്കുന്ന എഫിന്റെ പി ഡി എഫ് ആണ്. ഡി എഫ് ബൈ ഡി വൈ എന്താണ്? 1/y² ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇത് ആദ്യം എഫ് വൈയിലേക്ക് കൺവേർട്ട് ചെയ്യണമല്ലോ. അപ്പൊ ഈ എഫ് എന്ന് പറഞ്ഞാൽ 1/y ആണ്. അപ്പൊ ഈ എഫിന്റെ സ്ഥാനത്ത് ഇവിടെ 1/y ഇട്ടു. ഓക്കെ, എഫിന്റെ സ്ഥാനത്ത് ഇവിടെയും 1/y ഇട്ടു. n1/n2 റേസ് ടു n1/2 അങ്ങനെ തന്നെ എഴുതി. പിന്നെ ബീറ്റ n1/2 n2/2. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് ഇതിൽ നിന്ന് ഈ ബ്രാക്കറ്റിൽ നിന്ന് n1/n2y കോമൺ എടുത്തു. അപ്പോ ഇതിൽ നിന്ന് ഈ ബ്രാക്കറ്റിൽ നിന്ന് n1/n2y കോമൺ എടുക്കുമ്പോൾ ഇവിടെ 1 വരും. ഈ സ്ഥാനത്ത് എന്ത് വരും? ഈ സ്ഥാനത്ത് ഇതിന്റെ സ്ഥാനത്ത് 1 വരും. എന്നിട്ട് ഇവിടെ എന്ത് വരും? 1ന്റെ സ്ഥാനത്ത് എന്ത് വരും? ഇതിന്റെ റെസിപ്രോക്കൽ വരും. അതാണ് ഈ എഴുതിയേക്കുന്നത്. ഇവിടെ 1 വന്നിട്ട് 1ന്റെ സ്ഥാനത്ത് 1 പ്ലസ് n2y ബൈ n1 റേസ് ടു n1 പ്ലസ് n2/2 എന്ന് വരും. ഓക്കെ, എന്നിട്ട് എന്തെന്ന് വെച്ചാൽ ഈ 1/y റേസ് ടു n1/2 മൈനസ് 1 ഇവിടെ കിടപ്പുണ്ട്. അത് ഈ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തു. താഴെ എഴുതി y റേസ് ടു n1/2 പ്ലസ് 1 എഴുതി. ഓക്കെ, ഇനി സിംപ്ലിഫൈ ചെയ്യാനേ ഉള്ളൂ. അപ്പൊ നോക്കിയേ, ഇവിടെ n1/n2 റേസ് ടു n1/2 ഉണ്ട്. ഇവിടെ n1/n2 റേസ് ടു n1 പ്ലസ് n2/2 ഉണ്ട്. അപ്പൊ നമുക്കറിയാം a റേസ് ടു m പ്ലസ് n ഈസ് a റേസ് ടു m ഇൻറ്റു a റേസ് ടു n. അതുകൊണ്ട് n1/n2 റേസ് ടു n1/2 ഇവിടുന്ന് ക്യാൻസൽ ആയിപ്പോവും. ഓക്കെ, ക്യാൻസൽ ആയിപ്പോവും. പിന്നെ ഉള്ളത് അതാണ് ഇവിടെ ഈ ക്യാൻസൽ ചെയ്ത് കളഞ്ഞേക്കുന്നത്. ഓക്കെ, ബീറ്റ n1/2 n2/2 അങ്ങനെ തന്നെ എഴുതി. എന്നിട്ട് ഈ n1/n2 ഇതിൽ നിന്ന് ഈ y തന്നെ എടുത്തു. ഈ 1/y എടുത്ത് ഇവിടെ കമ്പൈൻ ചെയ്തു. ഇവിടെ കമ്പൈൻ ചെയ്യുമ്പോ നമുക്ക് n1/2 താഴെ ഇത് 1/y ആണ്. ഇവിടെ ഡിനോമിനേറ്ററിലുള്ള 1/y ആണ്. അപ്പൊ ഈ n1/2 ക്യാൻസൽ ചെയ്തു പോകും. പിന്നെ ഉള്ളത് y റേസ് ടു മൈനസ് n2/2 മൈനസ് 1 ആണ് ഇവിടെ വരിക. ഓക്കെ, അങ്ങനെ വന്നു കഴിയുമ്പോ
നമുക്കിവിടെ n1/2 ക്യാൻസൽ, ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ n1/n2 ഇവിടെ ഇങ്ങനെ ക്യാൻസൽ ആയി പോകും. പിന്നെ ഉള്ളത് താഴെ ഉള്ളത് n1/n2 ആണ്. അത് മേളിലേക്ക് റെസിപ്രോക്കൽ ആയിട്ട് വരുമ്പോ n2/n1 പിന്നെ y⁻², ഈ താഴെ കിടക്കുന്ന y നമ്മൾ മേളിലേക്ക് എടുക്കും. അപ്പൊ y⁻² n2/2 - 1 ബൈ ബീറ്റ n2/2 n1/2 അങ്ങനെ എഴുതി. ഓക്കെ, അങ്ങനെ എഴുതി കഴിയുമ്പോൾ നമ്മൾ എഫ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോ എഫിന്റെ PDF-ല് FN1N2ന്റെ PDF-ല് n1ന്റെ സ്ഥാനത്ത് n2, n2ന്റെ സ്ഥാനത്ത് n1 വന്നേക്കുന്നതാണിത്. ഓക്കെ, അപ്പോ അതുകൊണ്ട് വിച്ച് ഈസ് ദ PDF ഓഫ് ആൻ F ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n2 n1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതുകൊണ്ട് F1/F ഫോളോസ് F n2 n1.